എൻ്റെ പേര് സ്മിത എന്നാണ്. ഇത് നമ്മളെ ഹണിയുടെ പ്രോസസ്സിങ് യൂണിറ്റ് ആണ്. അതായത് നമ്മൾ ഓളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ റോഹണിയാണ്. റോഹണി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അട പിഴിഞ്ഞെടുക്കില്ലേ, അപ്പോൾ തേനീച്ചകളുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, മുട്ടകളുണ്ടാവും, അവരുടെ ബോഡി പാർട്സ് ഉണ്ടാവും, അവരുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും, വാക്സ് ഉണ്ടാവും, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഇത് നമ്മൾ റോഹണി എന്നാണ് പറയുന്നത്. ഇത് ഓൾ ഇന്ത്യ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഹണി ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല. അത് കാരണം നമ്മൾ ഡബിൾ ബോയിൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. കാരണം 50 ഡിഗ്രി കൂടുതൽ ഹണി ചൂടാവുകയാണെങ്കിൽ അതിൽ ന്യൂട്രീഷൻ കംപ്ലീറ്റ് നഷ്ടമായി പോകും. അത് കാരണം നമ്മൾ ഡബിൾ ബോയിൽ സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 ലെയറുള്ള ചേമ്പർ, പുറമെയുള്ള ലെയറിൽ നമ്മൾ വാട്ടർ നിറയ്ക്കും, അകത്ത് നമ്മൾ ഈ റോ ഹണി ഒഴിക്കും. വാട്ടർ ഒരു 57 ഡിഗ്രി ചൂടാക്കുന്ന സമയത്ത് ഹണി ഒരു 42-44 ഡിഗ്രി ചൂടാവും. അപ്പോൾ അതിലുള്ള വേസ്റ്റും വാക്സും ഒക്കെ ഇതേപോലെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പം നമ്മളത് ഇവിടുന്ന് മാനുവലായിട്ട് റിമൂവ് ചെയ്ത് കളയും. എങ്കിലും മൈക്രോ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫിൽറ്ററിന്റെ സഹായത്തോടു കൂടി അതും നമ്മൾ റിമൂവ് ചെയ്യും. സെക്കൻഡ് ചേമ്പറിൽ ഹണി മാറ്റുന്ന സമയത്ത് ഹണി പ്യൂർ ആയിരിക്കും, പക്ഷെ അവിടെ വെച്ചിട്ടാണ് വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ ഹണി വിൽക്കണമെങ്കിൽ 20%, 20% മുകളിലേക്ക് വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഈസ്റ്റ് പെർമനന്റ് ഹണി പുളിച്ചു പോകും. പിന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഗുണത്തേക്കാൾ അത് ദോഷമേ ചെയ്യുള്ളൂ. അത് കാരണമാണ് പണ്ടുള്ളവർ പറയുന്നത് കുട്ടികൾക്ക് അധികം ഹണി കൊടുക്കേണ്ട, വയറുറയ്ക്കും, വയറുവേദന വരുമെന്ന് പറയുന്നത് ഇതിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് കൊണ്ടാണ്. മഴക്കാലത്തും തണുപ്പ് പ്രദേശങ്ങളിൽ എടുക്കുന്ന ഹണിയിൽ എന്തായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഡോസി പമ്പിൻ്റെ സഹായത്തോടു കൂടി ഹണി ഡോസായി ഹൈ പ്രഷർ വാക്വം ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ഹണി ആഡ് ചെയ്യും. ഹണിക്ക് ഡെൻസിറ്റി കാരണം ഹണി എപ്പോഴും താഴെ ഇരിക്കും. അതിലെ വാട്ടർ കണ്ടന്റ് മുകളിൽ ബബിൾ രൂപത്തിൽ വരും. ആ മുഴുവൻ ബബിൾസും ആ സ്റ്റീമും നമ്മൾ ഈ വാക്വം പമ്പ് വെച്ച് സക്ക് ചെയ്തെടുത്തിട്ട് കൂളിംഗ് ടവറിലൂടെ നമ്മൾ 4th ചേമ്പറായ കൂളിംഗ് ചേമ്പറിലേക്ക് മാറ്റും. അങ്ങനെ പിടിച്ചെടുത്ത നീരാവി കംപ്ലീറ്റ് തണുപ്പിച്ചെടുത്തതാണ് ഈ വെള്ളം. കാരണം നല്ല പ്യൂർ വാട്ടറാണ്. പക്ഷെ ഈ വെള്ളം ഒന്ന് മണത്ത് നോക്കിക്കോളൂ. ഈ വെള്ളമാണ് നമ്മുടെ ഹണിയെ കുളിപ്പിക്കുന്നത്. ലേശം ഈസ്റ്റ് ഫെർമെൻ്റായി തുടങ്ങിയിട്ടുണ്ട്. തേനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വെള്ളമാണ് നീരാവി ആക്കിയിട്ട് എടുക്കുന്നത്. ഈ വെള്ളം ഇന്നാലും നമ്മുടെ ഹണി കുളിച്ചു പോകും. ആ വെള്ളം കംപ്ലീറ്റ് നമ്മൾ 7-8 മാസം കഴിഞ്ഞാൽ ഈസ്റ്റ് പെർമനന്റ് ആയി. പക്ഷെ ഈ ഹണി ലൈഫ് ലോങ് എത്ര കാലം വെച്ചാൽ കേടാവില്ല. നല്ല വൃത്തിയുള്ള സ്പൂൺ യൂസ് ചെയ്യാൻ, ടൈറ്റ് ആയിട്ട് മൂടിയിട്ട് റൂം ടെമ്പറേച്ചറിനകത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ ഒന്നും ഇത് സൂക്ഷിക്കണമെങ്കിലും റൂം ടെമ്പറേച്ചറിനകത്ത് വെക്കാം. ഒരിക്കലും ഇത് കേടാവുന്നേ ഇല്ല. അകത്തേക്ക് വന്നോളൂ. ചെറിയൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ, വന്നോളൂ. അങ്ങനെ ഒരു 5-6 തേനീച്ച കൈമാറിയാണ് നമ്മൾ കഴിക്കുന്ന ഹണിയുടെ രൂപത്തിലേക്ക് അത് മാറുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ തേനീച്ചകളാണ്. അതായത് റാണിയും നമ്മുടെ ഫീമെയിലും മെയിലും. നമ്മുടെ റാണി തേനീച്ചയാണ് കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമുള്ളതും കാണാനും ഭംഗിയായിരിക്കുന്നത്. നമ്മുടെ ഫീമെയിൽ പെൺ തേനീച്ചകൾ മെലിഞ്ഞിട്ടാണ്, ചിറക് വലുതാണ്. പിന്നെ വർക്കേഴ്സ് എന്ന് വിളിക്കും. ആ കൂട് നിർമ്മാണം, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, തീറ്റ കണ്ടെത്തുന്നത്, തേന് കണ്ടെത്തുന്നത്, നമ്മളെ തേനെടുക്കാൻ പോകുമ്പോൾ നമ്മളെ കൂട്ടുന്നത് ഒക്കെ പെൺ തേനീച്ചകളാണ്. ആൺ തേനീച്ചകൾ പൊതുവെ പാവങ്ങളാണ്, മടിയന്മാരുമാണ്. ഒരു പുറത്തൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. വർഷത്തിലൊരിക്കലാണ് നമ്മുടെ റാണി പുറത്തു വരുന്നത്, മേറ്റിംഗ് നടക്കാൻ വേണ്ടി മാത്രം. അതുപോലെ ആൺ തേനീച്ചമേ ആകാശത്ത് വെച്ചാണ് അത് മേറ്റിംഗ് നടക്കുക. മേറ്റിംഗ് കഴിഞ്ഞ ഉടനെ ആൺ തേനീച്ച ചത്തുപോകും. തിരിച്ചു കൂട്ടിലേക്ക് വരുന്ന റാണി ഒരു തവണ 1000 മുതൽ 1500 മുട്ടകൾ വരെ ഇടും. അങ്ങനെയാണ് ഒരു നെക്സ്റ്റ് ജനറേഷൻ നടക്കുന്നത്. നമ്മുടെ റാണിയുടെ ആയുസ് എന്ന് പറയുന്നത് 5 വർഷം. ഇവര് 2 കൂട്ടരും 3-4 മാസവുമാണ്. കാരണം റാണിയുടെ ഫുഡിന്റെ പ്രത്യേകതയാണ്. റാണി കഴിക്കുന്നത് സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന റോയൽ ജെല്ലിയാണ്. അതായത് ജനിച്ച് 1 ദിവസം മുതൽ 21 ദിവസം വരെ പ്രായമായ പെൺതേനീച്ച കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ നിന്നൊരു മിൽക്ക് വരും. ആ മിൽക്കാണ് റോയൽ ജെല്ലി. അതാണ് നമ്മുടെ റാണിയുടെ ഫുഡ്. അത് കാരണമാണ് റാണിക്ക് ആയുസ് കൂടുതൽ, കാണാനും ഭംഗിയായിരിക്കുന്നത്. ഇവർ 2 കൂട്ടരും ബീ ബ്രെഡ് എന്ന പേരിൽ തേന്, പൂമ്പൊടി, വെള്ളമാണ് ഇവരുടെ ഭക്ഷണം. ഇത് തേനീച്ചന്റെ തലഭാഗമാണ്. നമ്മളെ പോലെ 2 കണ്ണൊന്നല്ല, 5 കണ്ണുണ്ട്. മുകളിൽ 3, 2 സൈഡിൽ വലിയ കോമ്പൗണ്ട്. ഇത് മൾട്ടിപ്പിൾ ലെൻസ്. അത് കാരണം സെൻസറി പവർ കൂടുതലാണ്. ഈ 3 കുഞ്ഞു കണ്ണുള്ളവർക്ക് 360 ഡിഗ്രി തിരിക്കാനും മറിക്കാനൊക്കെ പറ്റും. അത് കാരണം സൈഡിൽ നിന്നോ പുറകിൽ നിന്നോ ഇനി ഒളിഞ്ഞു നിന്ന് എറിഞ്ഞാൽ പോലും അവിടെ വന്ന് എറിഞ്ഞാളെ നോക്കി കുത്താൻ തേനീച്ചക്ക്
ഇത് തേനുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചെറുതേനാണ്. സ്റ്റിംഗ്ലെസ് ഹണി. നമ്മുടെ കുഞ്ഞു തേനീച്ചല്ലേ, അതിന് സ്റ്റിംഗ് ഇല്ലാത്ത കാരണം വലിയ പൂക്കൾ പോയിട്ട് ഹണി എടുക്കൽ നടക്കൂല. അത് കാരണം അതിന്റെ കൂടിന്റെ പരിസരത്തുള്ള തുമ്പ, തുളസി പോലുള്ള മെഡിസിൻ ഫ്ലവറിന്റെ അകത്തേക്ക് ഇറങ്ങി ചെന്ന ഹണി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിസിൻ പവർ കൂടുതലാണ്. ഇപ്പൊ ജനിച്ച കുട്ടികൾക്കും ക്യാൻസർ പേഷ്യന്റൊക്കെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റിയ ഒറ്റ ഹണി ചെറുതേൻ മാത്രമേ ഉള്ളൂ. കണ്ണിന്റെ അലർജിക്ക് ഒഴിക്കാൻ പറ്റിയത്, പൊള്ളലിൽ തേച്ച പാട് വരെ ഇല്ലാതാക്കുന്നത്, ആസ്മ, അലർജി, ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള അലർജി അസുഖങ്ങൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, വൈറൽ ഫീവർ തടയാൻ, ഇതിനൊക്കെ ബെസ്റ്റ് നമ്മുടെ സ്റ്റിംഗ്ലെസ് ചെറുതേനാണ്. അതുകൊണ്ടാണ് തേനുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ഹണിയാണ്. ഇത് കളർ ചേഞ്ച് വരുമ്പോൾ നമ്മളായിരുന്നു ഹണി കേടായെന്ന് ഒരിക്കലുമില്ല. പ്രോസസ്സിങ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ് ആണ്, ഒരിക്കലും കേടാവുന്നേ അല്ല. വൈനിനെ പോലെയാണ്, എത്ര പഴക്കമുണ്ടോ അത്രയും ബെനിഫിറ്റ് ഉണ്ട്. ഈ ക്രിസ്റ്റലൈസ് ആവുക എന്നുള്ളത് ഹണിയുടെ ഒരു നേച്ചർ. അതിൽ നമ്മൾ ബെല്ലോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യുന്നതല്ല. അത് ക്ലൈമറ്റിന്റെ വേരിയേഷൻ, ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്, ഗ്ലൂക്കോസിന്റെ, പിന്നെ നമ്മുടെ പൂമ്പൊടിയുടെ അളവ് കുറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്രിസ്റ്റലൈസ് ആവുന്നത്. അതൊന്ന് വെയിലത്ത് വെക്കും, 50 ഡിഗ്രി താഴെ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ഫോമിലേക്ക് അത് വരും. ഈ ബീവാക്സ് മെഴുക് തേനീച്ച കൂടുണ്ടാക്കാനും നമ്മളത് യൂസ് ചെയ്യുന്ന ലിപ് ബാമിലും മോയ്സ്ചറൈസർ ക്രീമിലൊക്കെയാണ്. ആശാരിമാർ മരത്തിന്റെ ഓട്ടയിൽ കിടക്കുന്നത് ഈ മെഴുക് വെച്ചിട്ട്. അതുകൊണ്ട് മെഴുകുതിരി ഉണ്ടാക്കാറുണ്ട്. ഇദ്ദേഹമാണ് കാൾബോൺ ഫിഷ്. ഇദ്ദേഹമാണ് കണ്ടെത്തിയ തേനീച്ചകൾ പരസ്പരം സന്തോഷവും സങ്കടങ്ങളും ഒക്കെ കൈമാറുന്നത് ഡാൻസിങ്ങിലൂടെയാണ്. അത് കണ്ടെത്തിയാണ്. ഓസ്ട്രേലിയക്കാരനാണ്. നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1973. തേനീച്ചകൾ സംസാരിക്കുന്ന ഏത് ഭാഷയിലെന്നറിയോ? ഡാൻസിങ്ങിലൂടെ. അപ്പുറത്ത് പോകുകയാണ്. തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവർ ചത്തുപോകും. ഒരു 5 മണിക്കൂർ നമ്മളെ കുത്തുവാണെങ്കിൽ നമ്മളെ കാര്യം നോക്കും. ഭീമന് നമ്മുടെ ശരീരത്തിലുള്ളത് പോയിസൺ ആണ്. അത് അധികമായി കഴിഞ്ഞാൽ നമ്മളും മരിക്കുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ധരിക്കുന്ന ഹണി നമുക്ക് പുറത്തുനിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡീപ്പുള്ള നല്ല പൂമ്പൊടിയാണ്, പ്രോട്ടീൻ പൗഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. റോയൽ ജെല്ലി പറഞ്ഞിട്ട് നമ്മുടെ കാണിയുടെ ഫുഡാണ്. അത് നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ആന്റി ഏജിങ്ങിന് ബെസ്റ്റാണ്. ആന്റി ഏജിങ്ങിന്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിന്, മെമ്മറി ബൂസ്റ്റിന്, സെക്ഷൽ പവറിന്, എനർജി ലെവൽ കൂട്ടാൻ, ഹോർമോൺ വേരിയേഷൻ കൺട്രോൾ ചെയ്യാൻ, ക്യാൻസറിന്റെ സെല്ലുകൾ നമ്മുടെ ശരീരത്തിന് പടാതെ നോക്കാനൊക്കെ ബെസ്റ്റാണ്. കാരണം നമ്മുടെ ശരീരത്തിന് എന്തൊരു കുറവുകളാണുള്ളത്, അതായത് നമുക്ക് ഉണ്ടായിരുന്ന സാധനങ്ങൾ കുറഞ്ഞു വരുമല്ലോ, മെമ്മറി പിന്നെ ആരോഗ്യമൊക്കെ, അതെല്ലാം ബൂസ്റ്റ് ചെയ്യാൻ ബെസ്റ്റാണ് നമ്മുടെ റോയൽ ജെല്ലി. അതുകൊണ്ട് വിദേശത്തത് ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടും. നമ്മുടെ ഇവിടെ അത് റോ രൂപത്തിലാണ്. കസ്റ്റമർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഹണിയിൽ മിക്സ് ചെയ്താണ് നമ്മളിത് കൊടുക്കുന്നത്. ബീവാക്സ് ഞാൻ ആദ്യത്തെ പറഞ്ഞതാണ്. പോളിഷ് ചെയ്യുന്നത് തേനീച്ച കൂടിന്റെ പുറമേയുള്ള ഭാഗം. അത് തേനീച്ച ഉണ്ടാക്കുന്ന മെഡിസിൻ പോലുള്ള മരങ്ങളുടെ കറയും പൗഡറും കൊണ്ടാണ്. നമ്മളത് ആന്റിസെപ്റ്റിക് മെഡിസിൻ, ആന്റി ഫംഗൽ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. അപ്പിറ്റോക്സിൻ വീടുന്ന എപ്പിക് തെറാപ്പിയാണ്. തേനീച്ചനെ കൊണ്ട് കുത്തിക്കാം. തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ബീവനം നമ്മുടെ ശരീരത്തിൽ വരും. അത് പോകുന്ന ഞരമ്പിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും മാറും. അത് കാരണം വെരിക്കോസ് വെയിൻ, ഹാർട്ട് പേഷ്യൻ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഹണി ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ആർക്കെങ്കിലും സ്പൂൺ കിട്ടാനുണ്ടോ? എല്ലാവർക്കും കിട്ടിയോ? ഇത് സിദർ ഹണി, നമ്മുടെ കാശ്മീരിൽ കളക്ട് ചെയ്യുന്നത്. തെലങ്ക പഴം കേട്ടിട്ടുണ്ടോ? അതിന്റെയാണ്. ഇന്ത്യയിലെ പ്രീമിയം ഹണിയാണ്.
ഇത് സുക്രോസിന്റെ കണ്ടന്റ് കുറവായത് കാരണം ഷുഗർ പേഷ്യന്റ് വരെ കഴിക്കാം. ലിവർ സിറോസിസ്, സ്റ്റൊമക് കൾസർ, ഫാറ്റി ലിവർ, പ്രഗ്നന്റ് ലേഡി, യൂറിൻ ഇൻഫെക്ഷൻ, വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, തടി കൂടാൻ കുറയാനൊക്കെ ബെസ്റ്റ്. സ്പൂണ് തന്നിട്ടുണ്ട്. തടി കൂടാനും കുറയാനൊക്കെ ബെസ്റ്റ് ആണ്. കുറയും ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അതായത് രാവിലെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഹണിയും 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് 1 നുള്ളു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കഴിക്കാം. 1.5 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കരുത്. എങ്കിൽ തടി കുറയും. പക്ഷെ രാത്രി ഭക്ഷണത്തിന് ശേഷം പാലിൽ കഴിക്കുകയാണെങ്കിൽ തടി കൂടും. ഇത് അജ്വൈൻ അയമോദകത്തിന്റെ വയറ് സംബന്ധമായ പ്രശ്നങ്ങളില്ലേ, അസിഡിറ്റി, ദഹനക്കേട്, നെഞ്ഞരിച്ചല്, കുളിച്ചു തകരല്, ഗ്യാസ് ട്രബിൾ, അതിനൊക്കെ ബെസ്റ്റ് ആണ് നമ്മുടെ അജ്വൈൻ അയമോദകം. ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മുടെ മലന്തേ എന്ന് പറയില്ലേ, അതാണ്. ഇതും തടി കൂടാനും കുറയാനാണ്. നോർമൽ യൂസിന് ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിച്ചാൽ തടി കുറയാനാണെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗറോ ചെറുനാരങ്ങയോ ചേർക്കണം. എങ്കിൽ മാത്രം. എന്നിട്ട് 1.5 മണിക്കൂർ വരെ രാവിലെ ഭക്ഷണം കഴിക്കരുത്. എങ്കിലേ തടി കഴിച്ചാൽ തടി കൂടും. പിന്നെ ഞങ്ങൾ ഹണി കഴിച്ചു എന്നിട്ട് തടി കുറഞ്ഞില്ല എന്ന് പരാതി പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കാര്യം എല്ലാ ഹണിയും തടി കൂടാനും കുറയാനും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പറഞ്ഞുള്ള ഹണി മാത്രമേ ഉള്ളൂ. കാര്യം അജ്വൈൻ്റെ ഹണി നമ്മൾ ദഹനക്കേടിനൊക്കെയാണ് കഴിക്കുക. ആ തടി കൂടാനും കുറയാനാന്ന് പറഞ്ഞിട്ട് കഴിച്ചാൽ അത് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്ന കുറയും. ഒരു മാസം 2-2.5 കിലോയോളം കുറയും. വയനാട് ഫോറസ്റ്റ് നമ്മുടെ വയനാട് ഹണി നോർമൽ ക്ഷീണം മാറാനും ഉറക്കക്കുറവുണ്ടെങ്കിൽ എനർജി ഒക്കെ കിട്ടാനും ഹണി കഴിക്കുന്നതിന് കുഴപ്പമില്ല. ആപ്പിൾ സിഡർ വിനീഗർ ഞാൻ ചോദിച്ചിട്ട് പറയാം. അത് സാറോട് ചോദിക്കട്ടെ. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് ചെറുതാനായിരിക്കും. ഇത് കറഞ്ച് നമ്മുടെ ഉങ്ങുമരത്തിന്റെ സ്കിൻ അലർജിക്ക് ബെസ്റ്റ് ആണ്. സോറിയാസിസ്, റാഷസ്, സ്കിന്നിന്റെ പുറത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഡ്രസ്സിലാവും. അത് നോക്ക്. സ്ക്രീന് കണ്ണിൽ വെച്ചിട്ട് ഇത് മസ്റ്റാർഡ് പഞ്ചാബ് ഹരിയാന കടുക് പാടങ്ങൾക്ക് കളക്ട് ചെയ്യും. വെരിക്കോസ് പെയിൻ, ജോയിന്റ് പെയിൻ, ആർത്രൈറ്റിസ് പറച്ചിലല്ലോ. അങ്ങനെ എല്ലാ കുപ്പിയും വാങ്ങേണ്ടി വരും. ഓരോ അസുഖത്തിനും ഓരോ. ഇത് ജാമുൻ ഞാവലിന്റെ UP മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഷുഗർ കൺട്രോൾ ചെയ്യാൻ, ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കൂട്ടാനൊക്കെ ബെസ്റ്റ്. അറിയാം. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് യൂസ് ചെയ്യണം. മതി. ചോദിക്കണം.
ഇത്രയും നാച്ചുറലാ തന്നത്. ഇത് മാത്രം നമ്മൾ വയനാട് ഹണിയിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുള്ള ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ, BP കൺട്രോൾ ചെയ്യാൻ, ഹാർട്ട് പേഷ്യന്റിന് ഇത് ബെസ്റ്റാണ്. മതിയായി മോള് കഴിക്കണ്ട കേട്ടോ, ടേസ്റ്റ് ഇല്ല. നല്ലതാണ്. ഇത് ലിച്ചി, ബീഹാറിൽ നിന്നുള്ളതാണ്. ലിച്ചി ഫ്രൂട്ടിന്റെയാണ്. വെളുത്തുള്ളി ഇട്ടിട്ട് ഇന്ത്യയിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് കറിയാണ് ലിച്ചി. ബ്യൂട്ടി പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒത്തിരി ഭാഗമാവാൻ വേണ്ടി സുന്ദരമായ സുന്ദരികളൊക്കെ ആവാൻ വേണ്ടിട്ട് ബെസ്റ്റ് ആണ് നമ്മുടെ ലിച്ചി ഹണി. സുന്ദരി ആവണ്ടേ? ചെറുതേനും റോയൽ ചില്ലിന് അവൈലബിൾ ആണ്. ടേസ്റ്റിനില്ല. ഇത് നമ്മുടെ ബി വാക്സ് ഞാൻ പറഞ്ഞില്ലേ, അകത്ത് ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യാൻ അപ്ലൈ പൂറ്റയൊക്കെ പൊട്ടില്ലേ, നമ്മുടെ കാലിന് മടമ്പ് പൊട്ടുന്നതിന്, ഡ്രൈ സ്കിന്നിന്, കണ്ണിന് താഴെയുള്ള കറുപ്പ് മാറ എല്ലാത്തിനും ബെസ്റ്റ് ആണ് നമ്മുടെ ബി വാക്സ്. ഇത് ഒരു ആ ചുണ്ടിൽ തേക്കാം. ഇത് 130, 240, 450. ചുണ്ടിൽ ലിപ് ബാം. ലിപ്സ്റ്റിക് ആണല്ലോ. വേണ്ട എനിക്ക് വേണ്ട. അതിനൊക്കെ നല്ലതാണ്. ഹണി എല്ലാം ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആക്ക്.